എം.എ. ബേബിയെ CPIM ജനറൽ സെക്രട്ടറി ആക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ ധാരണയായിരിക്കും എന്നുള്ള വിവരമാണ്. പക്ഷെ ധാരണയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. CBയിൽ ബംഗാൾ ഘടകവും അശോക് ധാവളയും എം.എ. ബേബിയെ എതിർത്തു. അന്തിമ തീരുമാനം ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകും. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ PBയിൽ നിന്നൊഴിയും. പ്രായപരിധിയിലെ ഇളവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രം നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. അവിടെ ഉള്ള ദീപക് ധർമ്മടവും ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പൊ രാവിലെ ഉള്ളത്. അപ്പൊ ദീപകിനോട് നമുക്ക് ചോദിക്കാം. ദീപക് ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഒറ്റ ചോദ്യം, ആര് ജനറൽ സെക്രട്ടറി? തിരിഞ്ഞും പറഞ്ഞു കിടക്കായിരുന്നു. പറയുന്നില്ല. തിരിഞ്ഞും പറഞ്ഞു കിടക്കായിരുന്നു. ഇന്നലെ പാചവിട്ടി കയറിയ ദീപക് ധർമ്മടം പറയൂ. കംപ്ലീറ്റ് ആരാണ് ജനറൽ സെക്രട്ടറി? പറയൂ. ജനറൽ സെക്രട്ടറി പ്രാക്കുളത്തേക്ക് പോവോ കാരാട്ടിലേക്ക് വരൂ? അത് SKN പറഞ്ഞ പോലെ SKN സ്വന്തം ജില്ലയിലേക്ക് പോകും. SKN അടുത്ത സുഹൃത്ത് എം.എ. ബേബി ജനറൽ സെക്രട്ടറി ആകും എന്നുള്ളതാണ്. ഇന്നലെ PBയിൽ ഏതാണ്ട് 2.5 മണിക്കൂറാണ് ഇന്നലെ PB യോഗം ചേർന്നത്. അതിൽ സംഘടനാ റിപ്പോർട്ടിനുള്ള മറുപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആരിനി പാർട്ടിയെ നയിക്കുമെന്നുള്ളതാണ്. അതിൽ കേരള ഘടകം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ എം.എ. ബേബിയുടെ പേര് നിർദ്ദേശിക്കുന്നു. പിണറായി വിജയൻ അതിനെ പിന്തുണയ്ക്കുന്നു. കേരള ഘടകത്തിൽ നിന്നും A. വിജയരാഘവനും, അതായത് PBയിൽ എല്ലാ അംഗങ്ങളും ഏതാണ്ട് 15 മിനിറ്റോളം സംസാരിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ PB. അതിൽ പ്രകാശ് കാരാട്ട് പ്രപ്പോസ് ചെയ്തതിന് ശേഷം പിണറായി വിജയൻ, MV ഗോവിന്ദൻ, A. വിജയരാഘവൻ ഇവരെല്ലാം ബേബിയെ പിന്തുണച്ചു. പക്ഷേ അതേ സമയത്ത് തന്നെ നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് 2 സംസ്ഥാന ഘടകങ്ങൾ ഒരു ദേശീയ മുഖം വേണം, ബേബി ഒരു സംസ്ഥാന മുഖമാണ് എന്നുള്ള അത് മുന്നോട്ട് വെച്ചു. 2 സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ബംഗാളും ത്രിപുരയും മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം ഇന്നത്തെ 9:30 മണിക്ക് ചേരുന്ന CC യോഗത്തിൽ പുതിയ പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും. പുതിയ പോളിറ്റ് ബ്യൂറോയിൽ 7 അംഗങ്ങൾ നിലവിലെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിയുകയാണ്. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഒഴിയുന്നു. അതിലേക്ക് പുതിയ 7 പേരെ ഉൾക്കൊള്ളിക്കുന്നു. ഇളവ് നൽകുന്നത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ PBയിൽ തുടരും. മറ്റൊന്ന് 87 അംഗ CC ആണ്. 87 അംഗ CCയിൽ 17 പേർ കേരളത്തിൽ നിന്നാണ്. അതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തെ തുടർന്നൊരു ഒഴിവുണ്ട്. AK ബാലനെ പോലുള്ളവർ മാറി നിൽക്കാൻ തയ്യാറായി നിൽക്കുന്നു പ്രായപരിധിയുടെ പേരിൽ. പ്രായപരിധി കർക്കശമായി നടപ്പിലാക്കണമെന്നുള്ളതാണ് കേരള ഘടകത്തിന്റെ നിലപാട്. പിണറായി ഒഴിച്ച് മറ്റാർക്കും ഏക മുഖ്യമന്ത്രി പാർട്ടിയുടേതെന്ന നിലയിൽ പിണറായിക്ക് മാത്രം എക്സംഷൻ നൽകണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷേ എന്നാൽ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള CCയിൽ PK ശ്രീമതി തുടരുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം വന്നു. പക്ഷേ കേരള ഘടകം ആ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. കാരണം അത് സെൻറ്റർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പാർട്ടി സെൻറ്റർ തീരുമാനിച്ച് പറയുന്നത് കേരളം അംഗീകരിക്കും എന്നുള്ള നിലപാടിലാണ്. ഏതായാലും 9:30 ചേരുന്ന CCയിൽ 2 കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. ആരൊക്കെ പുതുതായി PBയിലേക്ക് വരണം, ജനറൽ സെക്രട്ടറി. ഇത് ഔദ്യോഗികമായ നടപടിക്രമം മാത്രമാണ് ഈ CC. ഇന്നലെ തന്നെ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞതാണ് SKN. അതിനിടയിലെ നമുക്കിവിടെ ഒരാളെ കടന്നു പോയാലോ തോന്നി. നമ്മുടെ വാര്യരെ കണ്ടില്ല? ശരിയാണല്ലോ. സാധാരണ നമ്മൾ ഈ തെക്കേ തണ്ടയിലൊക്കെ വരുമ്പോൾ ഇവിടെ മൂലയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതാണ് പാട്ടൊക്കെ പാടി. വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒന്ന് ഇറങ്ങി വരും സുഹൃത്തേ അല്ലേ? വേഗം ഓടി വരിക. വരുമല്ലേ? എനിക്ക് മോളോടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും എന്താ വാര്യ നന്നാവത്തില്ലേ? അപ്പൊ ബൽറാം ഈ പ്രായപരിധിയിൽ മാനദണ്ഡത്തിൽ ഇളവുണ്ടാകും എന്ന കാര്യമായി കേട്ടിരുന്നു. കുറെ അധികം പേർക്കെങ്കിലും ഒഴിവുണ്ടാവുന്ന കേട്ടു. ലാസ്റ്റ് ഒന്ന് പിണറായിക്ക് മാത്രം ഒഴിവ് എന്ന നിലയ്ക്ക് എത്തുകയാണോ? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, SKN സ്മിത. ഈ പ്രായപരിധി ഇളവിന്റെ കാര്യത്തിൽ അവസാന നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നു. ഇന്നലെ ഈ സംഘടനാ റിപ്പോർട്ടിൽ നടന്ന പൊതുചർച്ചയിലും ചില സംസ്ഥാനങ്ങൾ പ്രായപരിധി ഇളവ് ഗുണം ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഈ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ ഉയർന്നു വന്നത്. എന്നാൽ പിന്നീട് ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പ്രായപരിധി സംബന്ധിച്ച ഇളവ് വേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഇന്ന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. തുടർന്ന് ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമാകുക. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകുന്ന കാര്യത്തിലും തീരുമാനം കേന്ദ്ര കമ്മിറ്റിയുടേതാകും. നിലവിൽ അദ്ദേഹത്തിന് ഇളവുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഒപ്പം തന്നെ ഈ ഇളവ് നൽകുന്നില്ല എങ്കിൽ പുതിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരെല്ലാം പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയതായി വരണം, 6 അംഗങ്ങൾക്ക് പകരമായി എന്ന കാര്യത്തിലും ഏതാണ്ട് ധാരണ ആയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം മലയാളിയായ വിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തും എന്നുള്ളതാണ്. നിലവിൽ കിസാൻ സഭ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നും U. വസുദേവൻ
സുഗി വനിതാ നേതാവ് എന്ന നിലയിലും ഒപ്പം തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ഭാഗമായും പ്രവർത്തിക്കുന്ന നേതാവാണ്. അവർ പോൾ ബ്യൂറോയിൽ എത്തും എന്ന് ഉറപ്പായിരിക്കുന്നു. കൂടാതെ മറിയം ദാവളെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവാണ്. ഇത്തരത്തിൽ 2 സ്ത്രീകൾ ഒഴിയുമ്പോൾ പകരമായി യുവസുഗി, മറിയം ദാവളെ എന്നീ പേരുകളാണ് പോൾ ബ്യൂറോയിലേക്ക് വരുന്നത്. ഇതുകൂടാതെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം അരുൺകുമാർ, അദ്ദേഹം പാർട്ടി സെന്ററിൽ തന്നെ പ്രവർത്തിക്കുന്ന നേതാവാണ്. പ്രകാശ് കാരാട്ട, ബൃന്ദ കാരാട്ട എന്നീ സെന്ററിൽ 2 നേതാക്കൾ ഒഴിയുമ്പോൾ ഈ അരുൺകുമാറും പോൾ ബ്യൂറോയിലേക്ക് എത്തുന്നു. കൂടാതെ ത്രിപുരയിൽ മണിക് സർക്കാരിന് പകരമായി നിലവിലെ സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവുമായ ജിതേന്ദ്ര ചൗധരി ആയിരിക്കും പോൾ ബ്യൂറോയിലേക്ക് എത്തുക. ബംഗാളിൽ നിന്നും ശ്രീദീപ് ഭട്ടാചാര്യയുടെ പേരാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും അന്തിമമായ തീരുമാനമുണ്ടാകുക. കാരണം യുവാക്കൾക്ക് അവസരം നൽകണം എന്ന ഒരു നിലപാട് ബംഗാൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീദീപ് ഭട്ടാചാര്യ ഉൾപ്പെടെ യുവാക്കൾക്ക് അവസരം നൽകണം എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബംഗാൾ ഘടകത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയിലായിരിക്കും തീരുമാനം. മറ്റ് തീരുമാനങ്ങളും ഇന്ന് ഇതിന്റെ ഒരു അംഗീകാരം അടക്കമുള്ള കാര്യങ്ങളും ഇന്ന് രാവിലെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലായിരിക്കും ഉണ്ടാവുക. ഹഷ്മി, SKN, സ്മിത.